സംസ്ഥാനത്ത് ആറാമത് സാമ്പത്തിക സർവേക്കൊപ്പം പ്രവാസി സർവേക്കും തുടക്കമായി. ദേശീയ സാമ്പത്തിക സർവേക്കൊപ്പമാണ് വിദേശ മലയാളികളുടെ സ്ഥിതിവിവര കണക്ക് എടുക്കുന്നത്. ആദ്യമായാണ് കേരളത്തിൽ ഇത്തരത്തിൽ ഒരു സംരംഭം. പ്രവാസി സർവേയുടെ സംസ്ഥാനതല ഉദ്ഘാടനം തിരുവനന്തപുരത്ത് സംസ്ഥാന പ്രവാസികാര്യമന്ത്രി കെ.സി. ജോസഫ് നിർവഹിച്ചു. നമ്മുടെ രാജ്യത്തെ ഇന്നത്തെ സ്ഥിതിവിശേഷം മനസ്സിലാക്കുക, സാമ്പത്തികമായ പശ്ചാത്തലം, തൊഴിൽ രംഗം, ഇത് സംബന്ധിച്ച് നിലവിലുള്ള യഥാർത്ഥമായ സ്ഥിതി മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഈ സർവേ ആരംഭിക്കുന്നത്. മന്ത്രി കെ ബാബുവാണ് എറണാകുളത്ത് ജില്ലാതല ഉദ്ഘാടനം നിർവഹിച്ചത്. കോഴിക്കോട് ജില്ലയിലെ സർവേ മേയർ എം കെ പ്രേമജം നാളെ ഉദ്ഘാടനം ചെയ്യും. സാമ്പത്തിക സ്ഥിതിവിവരക്കണക്ക് വകുപ്പ് തയ്യാറാക്കിയ ചോദ്യാവലി പ്രകാരമാണ് പ്രവാസി സർവേ നടക്കുന്നത്. തൊഴിൽ മേഖലകളെ 12ആയി തിരിച്ചിരിക്കുന്നു. സൗദി, UAE, കുവൈറ്റ്, അമേരിക്ക, ജർമ്മനി, കാനഡ എന്നിവയടക്കം 18 രാജ്യങ്ങളിലുള്ളവരുടെ വിവരമാണ് ശേഖരിക്കുന്നത്. എത്ര പേർ വിദേശത്ത് ജോലി ചെയ്യുന്നു, ഏത് രാജ്യങ്ങളിൽ താമസിക്കുന്നു, അവരുടെ തൊഴിൽ രീതി, സ്ത്രീകളുടെ എണ്ണം, വിദേശത്ത് താമസിച്ച കാലയളവ് എന്നിവ രേഖപ്പെടുത്തും. 8500ഓളം എന്യൂമറേറ്റർമാരെയാണ് ഇതിനായി നിയോഗിച്ചിട്ടുള്ളത്. മഹിളാ പ്രധാൻ ഏജന്റുമാരാണ് എന്യൂമറേറ്റർമാരായി പ്രവർത്തിക്കുന്നത്. +2 പാസ്സായവരെയും പ്രത്യേകം നിയോഗിച്ചിട്ടുണ്ട്. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക് മീഡിയ 1. ഇപ്പോൾ ഞങ്ങളുടെ പ്രതിനിധി MC നാസർ ചേരുന്നു. പ്രവാസി സമൂഹം എങ്ങനെയാണ് നാസർ ഈ സർവേയെ നോക്കിക്കാണുന്നത്? തീർച്ചയായും ഏതാണ്ട് പ്രവാസം തുടങ്ങിയിട്ട് അരനൂറ്റാണ്ടിലേറെ, മലയാളിയുടെ കുടിയേറ്റം തുടങ്ങി അരനൂറ്റാണ്ടിലേറെ പിന്നിടുന്നൊരു ഘട്ടത്തിലാണ് നന്ന ചുരുങ്ങിയത് കേരളത്തിന് പുറത്തേക്ക് പോയ മലയാളി സമൂഹത്തെക്കുറിച്ച് അവരുടെ വിവരങ്ങൾ ശേഖരിക്കാനുള്ള ഏറ്റവും ഗൗരവപ്പെട്ട ഒരു ഉദ്യമം നടക്കുന്നു എന്നതിലൊക്കെയാണ് ഈ ഒരു സർവേ പ്രവാസി സമൂഹം വലിയ താല്പര്യപൂർവ്വം തന്നെയാണ് അവർ ഉറ്റുനോക്കുന്നത്. കാരണം ഇവിടെ ഗൾഫ് മേഖലയിലെ വിവിധ ജയിലുകളിൽ കുടുങ്ങിക്കിടക്കുന്ന ആയിരക്കണക്കിന് ഇന്ത്യക്കാരുണ്ട്. അവരുടെ പോലും കണക്കുകൾ ലഭ്യമല്ലാത്ത ഒരു സാഹചര്യത്തിൽ ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു ഗവൺമെൻറ്റിൻ്റെയും അതോടൊപ്പം തന്നെ നമ്മുടെ സംവിധാനങ്ങളുടെയും ഉദാസീനത കൊണ്ട് മാത്രമാണ് ഈ ഒരു കണക്കെടുപ്പോ അല്ലെങ്കിൽ ഇത് സംബന്ധിച്ച ആധികാരികമായിട്ടുള്ളൊരു വിവരം പല ഘട്ടങ്ങളിലും നമുക്ക് നഷ്ടപ്പെടുന്നത്. എന്തു തന്നെയായാലും വൈകിയ വേളയിലാണെങ്കിൽ പോലും ഇത്തരമൊരു കണക്കെടുപ്പിന് കേരള സർക്കാർ തീരുമാനിച്ചത് പ്രവാസി സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം അതിൽ സാധാരണക്കാരും ഇടത്തരക്കാരും ഭേദപ്പെട്ട നിലയിൽ ജീവിക്കുന്നവരും എല്ലാവരും ഇതിനെ ഏറെക്കുറെ സ്വാഗതം ചെയ്യുകയാണ്. ഇത് വളരെ സമയബന്ധിതമായിട്ട് പൂർത്തീകരിക്കുകയും ഏറ്റവും കുറ്റമറ്റ രീതിയിൽ തന്നെ ഇത് പൂർത്തീകരിച്ച് മുന്നോട്ട് പോകണം എന്ന ഒരു അഭിപ്രായമാണ് അവരിൽ പലരും മീഡിയ 1നോട് പ്രകടിപ്പിച്ചത്. പ്രവാസി മലയാളികളുടെ സ്ഥിതിവിവര കണക്ക് രേഖപ്പെടുത്താനുള്ള പ്രവാസി സർവേ ശാസ്ത്രീയമാണോ? ഇതിന് പിന്നിൽ മറ്റുദ്ദേശങ്ങളുണ്ടോ? വൈകിയാണെങ്കിലും സർക്കാരിനുദിച്ച ഈ വിവേകത്തിൽ പ്രവാസികളുടെ മുഴുവൻ വിവരങ്ങളും വ്യക്തമാകുമോ? സ്പെഷ്യൽ എഡിഷൻ ഈ വിഷയം പരിശോധിക്കുന്നു. KV അബ്ദുൽ ഖാദർ MLA, കമറുദ്ദീൻ വലിയ പറമ്പിൽ ഫെഡറേഷൻ ഓഫ് NRIയെ പ്രതിനിധീകരിച്ചുകൊണ്ട് ഇരുവരും തൃശ്ശൂരിൽ നിന്ന് പങ്കെടുക്കും. CVM വാണിമേൽ മുസ്ലിം ലീഗ് സംസ്ഥാന പ്രവർത്തക സമിതി അംഗം, ഒപ്പം KMCC ഓവർസീസ് ചീഫ് ഓർഗനൈസർ കൂടിയാണ് CVM വാണിമേൽ. അദ്ദേഹത്തെ ടെലിഫോൺ ലൈനിൽ പ്രതീക്ഷിക്കുന്നു. VK ഹംസ അബ്ബാസ്, ഗൾഫ് മാധ്യമം ചീഫ് എഡിറ്റർ, അദ്ദേഹം ടെലിഫോൺ ലൈനിലെത്തും. സൗദി KAG പ്രസിഡന്റ് KM ബഷീർ ടെലിഫോണിലുണ്ടാകും. കോൺഗ്രസ് നേതാവ് MM ഹസൻ, ITL സിദ്ദിഖ്, പ്രമുഖ വ്യവസായി, ഇവരും ഈ ചർച്ചയിൽ ടെലിഫോണിലൂടെ പങ്കെടുക്കും. ആദ്യം ശ്രീ കമറുദ്ദീൻ വലിയ പറമ്പിൽ, അരനൂറ്റാണ്ടിന് ശേഷമാണ് കേരളത്തിന് പുറത്ത് ഇതുവരെ കേരളത്തിന്റെ സമ്പദ്ഘടനയ്ക്ക് കാര്യമായ സംഭാവന നൽകിയ പ്രവാസി മലയാളികളെ കുറിച്ച് ഓർക്കാൻ സംസ്ഥാന സർക്കാർ തയ്യാറാകുന്നത്. ഇതുവരെ ഒരിടത്തും രേഖപ്പെടുത്തപ്പെട്ടിട്ടില്ല എത്ര പേർ കേരളത്തിന് പുറത്ത് ജോലി ചെയ്യുന്നുണ്ട് എന്നത് സംബന്ധിച്ചിട്ടുള്ള വ്യക്തമായ കണക്കുകൾ. ഇപ്പോൾ നോർക്കയും അതോടൊപ്പം തന്നെ ഡയറക്ടറേറ്റ് ഓഫ് എക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സും സംയുക്തമായി ഒരു സർവേ നടത്തുന്നു. അതും സാമ്പത്തിക സർവേക്കൊപ്പം തന്നെ പ്രവാസികളുടെ സ്ഥിതിവിവര കണക്കുകളും രേഖപ്പെടുത്തുന്നു. ശാസ്ത്രീയമാണോ ഇത്? താങ്കൾക്ക് എന്ത് തോന്നുന്നു? എന്നെപ്പറ്റി പറഞ്ഞാൽ, എൻ്റെ ഒരു അഭിപ്രായം പറഞ്ഞാൽ, ഇപ്പോൾ ഈ സർവേ എന്ന് പറയുന്നത്, ഇപ്പോൾ ഒരു സർവേ വേറെ നടക്കുന്നുണ്ട് കേരളത്തിൽ. അതായത് ഇപ്പോൾ രമേശ് ചെന്നിത്തല ഒരു സർവേ നടത്തിക്കൊണ്ടിരിക്കുക. ഇതിൻ്റെ ഒരു ഭാഗമായിട്ട് എനിക്ക് ഇതിനെ പറ്റിയിട്ട് ഇതെന്ന് പറയാനേ മാത്രമേ എനിക്ക് പറ്റുള്ളൂ. കാരണം സർവേ ഇന്നൊന്നിലും തുടങ്ങിയില്ല. 2000 എൻ്റെ ഡോക്ടർ BA പ്രകാശ് അദ്ദേഹം നിർദ്ദേശിച്ചാണ് ഈ സർവേനെ പറ്റിയിട്ടും മറ്റുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്. ഈ എലക്ഷൻ വരുമ്പോൾ ഒരു സർവേ നടത്തുക,
അല്ലെങ്കിൽ ഇത് സാമ്പത്തിക സർവേ ആണ്, അതിൻ്റെ ഒരു ഭാഗത്തിൽ കൂടെ ഈ പ്രവാസികളുടെ ഒരു പേരും കൂടെ ചേർക്കുക എന്നുള്ളത് ഒരു പൊളിറ്റിക്കൽ സ്റ്റണ്ട് മാത്രമായിട്ടേ നമുക്ക് ഇതിനെ കാണാൻ പറ്റുള്ളൂ. അതിലപ്പുറം ഒന്നും എനിക്ക് പറയില്ല. കാരണം ഒരു 10-15 വർഷമായിട്ട് ഞാൻ ഈ പ്രവാസികളുടെ കാര്യങ്ങൾക്കായിട്ട് പ്രവർത്തിക്കുന്ന ഒരാളാണ്. അപ്പോൾ അതിനിടയിൽ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയ കാര്യങ്ങൾ ഓരോ ഇലക്ഷൻ വരുമ്പോഴും, ഇപ്പോൾ ഒരു കൊല്ലം കഴിഞ്ഞാൽ ലോക്സഭ ഇലക്ഷൻ വരെയാണ്, അപ്പോൾ ഒരു സർവേ നടക്കും, ഒരു യാത്ര നടക്കും, ഇതൊക്കെ അതിൻ്റെ ഒരു ഭാഗമായിട്ടേ കാണാൻ പറ്റുള്ളൂ. ഇപ്പോൾ ഞാൻ പറഞ്ഞിട്ട് ഏറ്റവും ചുരുക്കം കൽക്കരി ഖനി CBI അവർ കണക്ക് ഏത് രൂപത്തിൽ കമറുദ്ദീൻ വലിയപറമ്പിൽ 1.95 കോടി രൂപയാണ് നോർക്കയ്ക്ക് വേണ്ടി സംസ്ഥാന സർക്കാർ ഈ സർവേക്ക് വേണ്ടി വകയിരുത്തിയിട്ടുള്ളത്. ഇത്രയും താല്പര്യപൂർവ്വം സംസ്ഥാന സർക്കാർ ഒരു ഇനിഷ്യേറ്റീവ് എടുക്കുമ്പോൾ താങ്കൾ എത്ര ലളിതമായാണ് ഇത് അശാസ്ത്രീയമാണെന്നും ഇത് തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടാണെന്നും പറയുന്നത്? അതിന് താങ്കൾക്ക് വ്യക്തമായ നിലപാടുണ്ടാകണം. ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഞാനതിന് അതേ ചോദ്യങ്ങളിൽ നിന്ന് ഞാൻ മറുപടി തുടങ്ങാം. നിങ്ങളൊന്ന് മനസ്സിലാക്കണം വെച്ചാൽ ഈ പ്രാവശ്യം ഈ നമ്മളെ ബഡ്ജറ്റ് വന്നപ്പോൾ എത്ര പൈസയാണ് ഈ വകുപ്പിന് വേണ്ടിയിട്ട് ചെലവ് വകയിരുത്തിയിട്ടുള്ളതെന്നുള്ള കാര്യം നിങ്ങൾക്കറിയോ? ഇങ്ങനൊരു വകുപ്പ് ഉണ്ടെങ്കിൽ ഈ 1.25 കോടി രൂപ അല്ലെങ്കിൽ 2 കോടി രൂപ ഒരു വകുപ്പ് പ്രവർത്തിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പ്രത്യേകം എടുത്ത് പറയേണ്ട ഒരു ആവശ്യം എന്താണ്? അതായത് ഞാൻ പറയുന്നത് എന്താണെന്ന് വിചാരിച്ചാൽ ഈ പ്രവാസികൾക്കൊരു നയമില്ല, പ്രവാസികൾക്കൊരു നിയമമില്ല, പ്രവാസികൾക്കൊരു അംഗീകാരമില്ല. ഈ അംഗീകാരമില്ലാത്ത ഈ വകുപ്പിൽ ഈ ഒരു ഈ കാര്യത്തിന് ഇങ്ങനൊരു പൈസ വകയിരുത്താന്ന് പറഞ്ഞാൽ ഈ ഒരു ഡിപ്പാർട്ട്മെന്റ് അല്ലെങ്കിൽ ഒരു വകുപ്പ് പ്രവർത്തിക്കുമ്പോൾ അതിനൊരു ഫണ്ട് ഇന്ന് വരില്ല. പിന്നെ എങ്ങനെയാണ് നമ്മൾക്ക് ഈ ഒരു കാര്യത്തിനെ പറ്റിയിട്ട് നമ്മൾ ഇതാക്കണം? അത് തന്നെ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ട, നോട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഇതിനായിട്ട് 2 കോടിയോളം രൂപ ഇപ്പൊ വകയിരുത്തിയിരിക്കുകയാണ്. ബഡ്ജറ്റിൽ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഇവിടെ എത്ര ഗൾഫ് മാധ്യമത്തിന്റെ ചീഫ് എഡിറ്റർ ശ്രീ VK ഹംസ അബ്ബാസ് ടെലിഫോൺ ലൈനിൽ ചേരുന്നു. ശ്രീ ഹംസ, ഇപ്പോൾ കമറുദ്ദീൻ പറഞ്ഞത് ഇതൊരു പൊളിറ്റിക്കൽ സ്റ്റണ്ട് മാത്രമാണെന്നാണ് ഈ പ്രവാസി സർവേ. ഇതല്ലെങ്കിൽ പ്രായോഗികമായി മറ്റെന്ത് വശമാണുള്ളത്? ഈ ലക്ഷക്കണക്കിന് വരുന്ന പ്രവാസികളുടെ റെക്കോർഡ്സിനായിട്ട് സൂക്ഷിക്കാനായിട്ട് എന്ത് പ്രായോഗികമായിട്ടുള്ള പരിഹാരമാണ് നിർദ്ദേശിക്കാൻ കഴിയുക? അല്ല, എന്ത് പൊളിറ്റിക്കൽ ഗെയിമാണ് ഇതിൽ കളിക്കുന്നത് എന്ന് എനിക്ക് മനസ്സിലായില്ല. നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളുടെയും പിന്നിൽ ഈ രാഷ്ട്രീയ ലക്ഷ്യം കാണുന്നത് വല്ലാത്ത ദുര്യോഗമാണ്. പ്രത്യേകിച്ച് മലയാളികളുടെ രോഗത്തിനെയാണ് നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോൾ. കമറുദ്ദീൻ വലിയപറമ്പിൽ പറഞ്ഞത് ഇത് ശാസ്ത്രീയമായ ഒരു സർവേ ആണെന്ന് അദ്ദേഹം വിശ്വസിക്കുന്നില്ല. രണ്ടാമത് ഇത് രാഷ്ട്രീയ പ്രേരിതമാണെന്ന് അദ്ദേഹം പറയുന്നു. അതിന് കാരണമായി അദ്ദേഹം പറയുന്നത് ഇതിനു മുൻപും പലതവണ സർവേകൾ നടന്നിട്ടുണ്ട്, ഒന്നിലും തന്നെ വ്യക്തമായ കണക്കുകൾ തിട്ടപ്പെടുത്താൻ സാധിച്ചിട്ടില്ല. ഇപ്പോൾ ലോക്സഭാ തിരഞ്ഞെടുപ്പ് എടുത്തു വരുന്നു, സംസ്ഥാനത്ത് ഒരു നിയമസഭാ തിരഞ്ഞെടുപ്പ് അധികം വിദൂരത്തല്ലാതെ ഉണ്ട്. ഇതെല്ലാം കണക്കിലെടുത്തുകൊണ്ട് നടത്തുന്ന ഒരു രാഷ്ട്രീയ സ്റ്റണ്ട് എന്നാണ് അദ്ദേഹം പറയുന്നത്. ഇതിപ്പോ വോട്ടേഴ്സ് ലിസ്റ്റ് തയ്യാറാക്കുമ്പോഴും ഇതേ രാഷ്ട്രീയ സ്റ്റണ്ട് നമുക്ക് പറയാമല്ലോ. ഇത് ഒരു കണക്കെടുപ്പ് എന്തായാലും നടക്കേണ്ടതുണ്ട്, എപ്പോഴെങ്കിലും നടക്കേണ്ടതുണ്ട്. കുറെ കാലമായി നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. ഇതിപ്പോഴെങ്കിലും നടക്കട്ടെ. അതിൽ ഒരുപാട് ന്യൂനതകളും വീഴ്ചകളും ഉണ്ടായിരിക്കും. അത് പരിഹരിക്കാൻ നമുക്ക് പിന്നീട്. എത്ര പ്രവാസികളുണ്ടെന്ന് ചോദിച്ചാൽ കേന്ദ്ര ഗവൺമെന്റിന് വരെ അല്ലെങ്കിൽ സ്റ്റേറ്റ് ഗവൺമെന്റിനും അറിയില്ല ആരൊക്കെ എവിടെയാണ്, ഒരു കണക്കുമില്ല. നമുക്കൊരു കണക്കെങ്കിലും വന്നോട്ടെ. അതുകൊണ്ട് എന്താണ് ദോഷം? അതുകൊണ്ട് എന്ത് പൊളിറ്റിക്കൽ ഗെയിമാണ്? ശ്രീ ഹംസ, പക്ഷേ നിലവിലുള്ള ആനുകൂല്യങ്ങൾ കൂടി നഷ്ടപ്പെടുമെന്ന് കരുതി യഥാർത്ഥ വിവരങ്ങൾ കൊടുക്കാതിരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവില്ലേ? അതൊരിക്കലും ശരിയല്ല. നിലവിലുള്ള ആനുകൂല്യങ്ങൾ എങ്ങനെയാണ് നഷ്ടപ്പെടുത്തുക? ഒരാളുടെ ഈ സർവേയിൽ നമ്മുടെ യഥാർത്ഥ അവസ്ഥയും വസ്തുതയും പറയുന്നതോടുകൂടി നമ്മുടെ നിലവിലുള്ള ഇതൊക്കെ ആളുകൾ ഇത് ഗവൺമെന്റ് ഇത് കൈകാര്യം ചെയ്യുന്നൊക്കെ വിശ്വസിക്കുന്നത് വളരെ മൗഢ്യമാണ്. പക്ഷേ മുഖ്യമന്ത്രി തന്നെ മുഖ്യമന്ത്രി ജനങ്ങളോട് ആവശ്യപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം യാഥാർത്ഥ്യങ്ങൾ മറച്ചു വെക്കരുത്, ആനുകൂല്യങ്ങൾ നഷ്ടമാവുമെന്ന് കരുതിയെന്നാണ്. വളരെ ശരിയാണത്, വളരെ ശരിയാണ്. താങ്കളിലേക്ക് തിരിച്ചു വരാം. ശ്രീ കമറുദ്ദീൻ വലിയപറമ്പിൽ, വീടാന്തരം കയറി പ്രവാസികൾ എത്ര പേരുണ്ട് എന്നത് സംബന്ധിച്ചിട്ടുള്ള ഒരു കണക്കെടുപ്പാണ് ഇപ്പോൾ ഈ സാമ്പത്തിക സർവേക്കൊപ്പം സംസ്ഥാന സർക്കാർ നടത്താൻ ശ്രമിക്കുന്നത്. ഇത് ശാസ്ത്രീയമല്ല എന്നും ഇതിലൂടെ വ്യക്തമായ വിവരങ്ങൾ പുറത്തു വരില്ല എന്നും പറയാൻ താങ്കളെ പ്രേരിപ്പിക്കുന്നത് എന്താണ്? ഞാൻ പറയുന്നത് വിചാരിച്ചാൽ കഴിഞ്ഞൊരു 4 മാസം മുന്നേ ഉമ്മൻചാണ്ടി ഒരു കണക്ക് പറഞ്ഞിരുന്നു. 30 ലക്ഷം മലയാളികൾ വിദേശത്തുണ്ടെന്ന്. ഒരു കണക്കാണ്, ഞാൻ കേരളത്തിലൊരു മുഖ്യമന്ത്രി പറയുന്ന ഒരു കണക്കാണ് ഈ പറഞ്ഞത്. ഈ 30 ലക്ഷം മലയാളികൾ എന്ന് പറഞ്ഞാൽ ഈ 30 ലക്ഷം വോട്ടവകാശമുള്ള മലയാളികളാണ്. അതായത് ഈ 30 ലക്ഷം വോട്ടുള്ള ആൾക്കാരാണ്. ഈ 30 ലക്ഷത്തിൻ്റെ ആൾക്കാരുടെ വീട്ടിൽ ഏറ്റവും നിസ്സാരമായിട്ടുള്ളൊരു കണക്കാണ് പറയുന്നത്. എൻ്റെ വീട്ടിൽ 5 പേരുണ്ട്. ആ നിലയ്ക്ക് പഠിച്ചാൽ ഒരു 3 പേരെ ഒരു 3 കൊണ്ടൊന്ന് ഗുണിച്ചാൽ 1 കോടി വോട്ട് എന്നുള്ള കണക്ക് കിട്ടും.
ഈ കണക്കൊക്കെ നമ്മൾ ഗവൺമെന്റോ അല്ലെങ്കിൽ മറ്റുള്ള ആൾക്കാരോ ഈ പ്രവാസികൾ കോൺഗ്രസ്സുകാർ ഇത്രയുണ്ട് കമ്മ്യൂണിസ്റ്റുകാർ ഇത്രയെന്ന് പറയുന്നത് പ്രവാസികൾ ഇത്രയുണ്ടെന്ന് പറയാൻ ധൈര്യപ്പെടുമെന്ന് വിചാരിക്കുന്നത് മണ്ടത്തരാണെന്ന് ഞാൻ പറയുള്ളൂ. കാരണം ഞാൻ എന്താ പറയുന്നത് വെച്ചാൽ ഞാൻ എൻ്റെ അനുഭവത്തിൽ ഈ ഒരു പ്രശ്നം ഇവരുടെ എല്ലാ ലേഖനങ്ങളും ഇവരുടെ എല്ലാ വാക്കുകളും എല്ലാം കൂടി ഇതാക്കിയിട്ട് ഹൈക്കോടതി സമീപിച്ചിട്ട് ഇന്നത് ഗവൺമെന്റ് കണ്ടംപ്റ്റ് ആയിട്ട് എടുക്കുക. മനസ്സിലായി? അതാണ് ഇത്രയും വസ്തുനിഷ്ഠമായിട്ട് പഠിക്കണം. എൻ്റെ അനുഭവത്തിലാണ്, ഞാൻ അനുഭവം വെച്ചിട്ടില്ല, ഞാൻ ഒരാളെ വാക്ക് കേട്ടിട്ടില്ല. എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ഇതിനോട് പറ്റി പറയേണ്ടത്, അത് ഞാൻ പിന്നീടായിട്ട് പറയാം. പക്ഷേ എങ്കിൽ തന്നെ താങ്കളിലേക്ക് തിരിച്ചു വരാം. CVM വാണിമേൽ, മുസ്ലിം ലീഗ് സംസ്ഥാന പ്രവർത്തക സമിതി അംഗം, KMCC ഓവർസീസ് ചീഫ് ഓർഗനൈസർ, ടെലിഫോൺ ലൈനുണ്ട്. CVM വാണിമേൽ, ഇപ്പോൾ ഒടുവിൽ സംസ്ഥാന സർക്കാർ ഒരു സർവേ നടത്താൻ തീരുമാനിച്ചിരിക്കുന്നു. നേരത്തെ ഇവിടെ കമറുദ്ദീൻ വലിയപറമ്പിൽ ചൂണ്ടിക്കാണിച്ചതുപോലെ രാജ്യത്തിന്റെ കയ്യിൽ പോലും ഇല്ല വ്യക്തമായ കണക്ക് എത്ര പ്രവാസികൾ ഉണ്ട് എന്ന കാര്യത്തിൽ. സംസ്ഥാന സർക്കാരിനും അതേ അവസ്ഥ തന്നെയാണ്. ഇതിനു മുൻപും സർവേകൾ നടത്തിയിട്ടുണ്ട്. CDS, സെന്റർ ഫോർ ഡെവലപ്മെന്റ് സ്റ്റഡീസ്, വീടാന്തരം കയറി ഒരു സർവേ നടത്തിയിരുന്നു. അതിൽ പോലും വ്യക്തമായ ഒരു കണക്ക്, ഈ 14 ജില്ലകളിലും സർവേ നടത്തിയിട്ട് വ്യക്തമായ ഒരു കണക്ക് തിട്ടപ്പെടുത്തിയെടുക്കാൻ സാധിച്ചിട്ടില്ല. ഇപ്പോൾ നടത്തുന്ന സർവേ ശാസ്ത്രീയമല്ല എന്നും ഇത് രാഷ്ട്രീയ ഉദ്ദേശത്തോടു കൂടി ഉള്ളതാണെന്നും ഉള്ള ആരോപണമാണ് ഉന്നയിക്കപ്പെടുന്നത്. താങ്കൾക്ക് എന്തു തോന്നുന്നു? എന്താണ് മറുപടി? ഇത് രാഷ്ട്രീയ പ്രേരിതമാണ് എന്ന വാദം ശരിയല്ല. ഏത് കാര്യത്തെയും അത് ഒരു ശാസ്ത്രീയമായി വിലയിരുത്തുന്നതിനപ്പുറത്ത്, ആരോഗ്യപരമായ വിമർശനങ്ങൾക്കപ്പുറത്ത് അടിച്ചാക്ഷേപിക്കുന്ന പ്രവണതയുടെ ഭാഗം മാത്രമാണ് ഇത്തരം വാദങ്ങൾ. നമ്മൾ ആലോചിക്കേണ്ടത്, പ്രവാസികളെ കുറിച്ചുള്ള വ്യക്തമായ കണക്കുകൾ എവിടെയും ലഭ്യമല്ല. അതുകൊണ്ട് തന്നെ ഇപ്പോഴെങ്കിലും ഇത്തരം ഒരു സംവിധാനം ഏർപ്പെടുത്തിയ ഗവൺമെന്റിനെ അഭിനന്ദിക്കുകയും പോരായ്മകൾ ചൂണ്ടിക്കാണിക്കുകയും ആണ് വേണ്ടത്. ഇതിൽ കുറെ പോരായ്മകൾ ഉണ്ടായിട്ടുണ്ട്. ഉദാഹരണത്തിന് ഇവിടെ ഈ എന്യൂമറേറ്റർമാർ വന്നുകൊണ്ട് സ്വന്തം വീട്ടിൽ ആളുകളില്ലെങ്കിൽ ബന്ധുക്കളോട് ചോദിക്കുക, അതല്ലെങ്കിൽ അയൽവാസികളോട് ചോദിക്കുക, എന്നിട്ടാണ് അവര് ഇതിൽ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് മറുപടി കണ്ടെത്തുന്നത്. അത് ശരിയല്ല. അതുപോലെ തന്നെ രാജ്യത്ത് പുറത്ത് ജീവിക്കുന്ന ഒരുപാട് ആളുകളുടെ ലിസ്റ്റ് ഉണ്ട്. അതിൽ വീട്ടുജോലിക്കാരുടെ കുറിച്ചുള്ള ഒരു ചോദ്യവുമില്ല. അത് വേണം, അതാണ് അനിവാര്യമായി. അതുപോലെ തന്നെ ഇവരുടെ സാമ്പത്തികമായി ഇവർക്കുള്ള മെച്ചം, അതായത് ഇവരുടെ ബാങ്ക് ബാലൻസ് അടക്കമുള്ള അല്ലെങ്കിൽ അവരുടെ തൊഴിൽ ദാനത്തിൽ ലഭ്യമാകുന്ന വേതനമടക്കമുള്ള കാര്യങ്ങളെ കുറിച്ച് ചോദ്യമില്ല. ശ്രീ അബ്ദുൽ ഖാദർ, ഈ കാര്യത്തിൽ ഈ സർവേ നടത്തുന്നതിന്റെ അശാസ്ത്രീയതയെക്കുറിച്ചും വീഴ്ചകളെക്കുറിച്ചും ഒക്കെ നമ്മൾ സംസാരിച്ചു. 2012 പ്രവാസി സമ്മേളനത്തിൽ ഉയർന്നു കേട്ട ശ്രദ്ധേയമായൊരു കാര്യം, കാലാവസ്ഥയോടും ജീവിത സാഹചര്യങ്ങളോടും മല്ലിട്ട് താമസിക്കുന്ന അല്ലെങ്കിൽ അതെല്ലാം ഓവർകം ചെയ്ത് താമസിക്കുന്ന ഒരു വിഭാഗമാണ് തങ്ങൾ എന്ന് സമൂഹത്തെയും ഭരണാധികാരിയെയും ധരിപ്പിക്കുന്നതിൽ പ്രവാസി സമൂഹം വീഴ്ച വരുത്തുന്നു എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഭരണ സമൂഹവും പ്രവാസികളും തമ്മിൽ ഇത്രയും വലിയ കാഴ്ചപ്പാടിലുള്ള ഒരു വൈരുദ്ധ്യമെന്നും പറഞ്ഞു കേട്ടു. അല്ല, ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകളിൽ പ്രവാസികളെ സംബന്ധിച്ചുള്ള കണക്കെടുപ്പ് എതിർക്കപ്പെടേണ്ട ഒരു കാര്യമായിട്ട് ഞങ്ങൾക്ക് തോന്നുന്നില്ല. തീർച്ചയായിട്ടും അത് നടക്കട്ടെ. നമ്മുടെ സംസ്ഥാനത്ത് നിന്ന് എത്ര പേർ വിദേശത്ത് ജോലി ചെയ്യുന്നുണ്ട്, ഇത് സംബന്ധിച്ച് നമ്മുടെ കയ്യിൽ ഇപ്പോഴുള്ള CDSന്റെ ഒരു സർവേയുടെ, വീടാന്തരം കയറിയുള്ള സർവേ ആയിരുന്നില്ല, സാമ്പിൾ സർവേയുടെ ഒരു റിസൾട്ട് മാത്രമാണ് നമ്മുടെ കയ്യിലുള്ളത്. അതനുസരിച്ചാണ് മുഖ്യമന്ത്രിയും മറ്റു മന്ത്രിമാരുമൊക്കെ നിയമസഭയിൽ നൽകിയിട്ടുള്ള മറുപടി. അപ്പം ഇത് ഈ സാമ്പത്തിക കണക്കെടുപ്പിനോടനുബന്ധിച്ച് പ്രവാസികളെ സംബന്ധിച്ച് നടത്തുന്ന കണക്കെടുപ്പ് എതിർക്കപ്പെടേണ്ട കാര്യമായിട്ട് എനിക്ക് തോന്നുന്നില്ല. അത് സ്വാഗതം ചെയ്യുകയാണ്. അതോടൊപ്പം അതിനകത്തുള്ള പോരായ്മകൾ പരിഹരിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനായിട്ട് കഴിയണം. ശ്രീ അബ്ദുൽ ഖാദർ, പക്ഷേ ഇതിൽ ആനുകൂല്യം എങ്ങനെ കൊടുക്കുമെന്നുള്ളതിന്റെ മാനദണ്ഡം എങ്ങനെ തീരുമാനിക്കും? ഈ പ്രവാസികൾക്കെല്ലാം തിരിച്ചു വരുന്നവരെ എല്ലാം പുനരധിവസിപ്പിക്കാനോ വേണ്ട ആനുകൂല്യങ്ങൾ കൊടുക്കാനോ സർക്കാരിന് കഴിയുകയില്ല എന്നുള്ളത് പ്രായോഗിക വശം. എന്ത് മാനദണ്ഡത്തിന്റെ പേരിലായിരിക്കും ഇവർക്കുള്ള ആനുകൂല്യങ്ങൾ നൽകുക? ഇക്കാര്യത്തിൽ ആനുകൂല്യങ്ങൾ കൊടുക്കുന്നതിന് വേണ്ടിയാണ് ഈ കണക്കെടുപ്പ് എന്ന് മുൻകൂട്ടി പറയാനായിട്ട് കഴിയുകയില്ല. ഗവൺമെന്റിന്റെ കയ്യിൽ പ്രവാസികളെ സംബന്ധിച്ച് കേരളത്തിൽ ഏത് ജില്ലയിൽ, ഏത് താലൂക്കിൽ, ഏത് പ്രദേശത്ത് എത്ര പ്രവാസികളുണ്ട് എന്നതിനെ സംബന്ധിച്ചുള്ള ആധികാരികമായ ഒരു രേഖയില്ല. ആ പോരായ്മ പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് എനിക്ക് തോന്നുന്നു സംസ്ഥാന ഗവൺമെന്റ്
തികച്ചും സ്വാഗതാർഹമായിട്ടുള്ള തീരുമാനമെടുത്തിട്ടുള്ളത്. അതിന് തുടക്കത്തിൽ തന്നെ അതിനെ നമ്മൾ എതിർക്കേണ്ട കാര്യമില്ല. ഇത് സംബന്ധിച്ച് വീട് വീടാന്തരം കയറിയിറങ്ങി ഒരു റിപ്പോർട്ട് തയ്യാറാക്കി ഗവൺമെന്റിന്റെ കയ്യിൽ ഒരു രേഖ ഉണ്ടാവട്ടെ.